ആഫ്രിക്കയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞപ്പം പല ആൾക്കാരും കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി കോൺടാക്ട് ചെയ്തിരിക്കുന്നത് സ്പൈസസ് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള മസാലകൾ, പൊടികളൊക്കെ ഉപയോഗിക്കുന്നത് കുറവാണ്. ഇന്ത്യൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. ഇവിടുത്തെ ലോക്കൽസ് പൊതുവേ എരിവും പുളിയും മസാലയൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വിപണി ഒരു റെസ്ട്രിക്റ്റഡ് വിപണിയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഇവിടെ ഉപയോഗിക്കുന്ന മസാലയും പൊടികളൊക്കെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരിക്കലും മനസ്സിലാക്കരുത്. ഇവിടുന്ന് ഒരുപാട് സ്പൈസസ്, ഒരു 30ഓളം സ്പൈസസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നല്ല ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുറേ ഇന്ത്യയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടുന്ന് വാങ്ങിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്പൈസസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഏതാണെന്നും ഏതൊക്കെ ഐറ്റംസ് ആണെന്നും അത് ഏതൊക്കെ സീസണിലാണ് കിട്ടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യും. പിന്നെ ഇത് മാത്രമല്ലല്ലോ പ്രൊഡക്റ്റ്, സ്പൈസസും അരിയും അതേപോലെ വെളിച്ചെണ്ണയും ഒന്നും അല്ലല്ലോ. ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതേപോലെ നമ്മുടെ ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പലതിനും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.